നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ ശാസ്ത്രത്തിലെ ഓരോ ഗ്രഹത്തിനും അതിന്റെ രാശി മാറ്റങ്ങൾക്കും പ്രത്യേക പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. കാലക്രമേണ എല്ലാ ഗ്രഹങ്ങളും അവരുടെ രാശിയും നക്ഷത്രവും മാറ്റുകയും പുതിയ സ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാശി നക്ഷത്ര പരിവർത്തനങ്ങളെയാണ് നമ്മൾ സംക്രമണം എന്ന് വിളിക്കുന്നത്. ജ്യോതിഷപ്രകാരം ആകെ 9 ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ 12 രാശികൾ, 27 നക്ഷത്രങ്ങൾ എന്നിങ്ങനെ സർവവും പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു ഇവയാണ് നമ്മുടെ ജ്യോതിഷപ്രകാരമുള്ള ഈ 9 ഗ്രഹങ്ങൾ. ഇതിലെ ആദ്യത്തെ 7 ഗ്രഹങ്ങൾ ഭൗതികമായിട്ട് നിലവിലുള്ളവയും അതുപോലെ തന്നെ രാഹു, കേതു ഒക്കെ ആകാശ ഗണിതപരമായ ബിന്ദുക്കളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജ്യോതിഷ സങ്കല്പങ്ങളാണ്. ഇനി നമ്മൾ 12 രാശികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിങ്ങനെ 12 രാശികളെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇവയാണ് ജ്യോതിഷപ്രകാരം പറയുന്ന 27 നക്ഷത്രങ്ങൾ. ഇവയോരോന്നും മനുഷ്യ ജീവിതത്തെയും അതുപോലെ തന്നെ സ്വഭാവത്തെയും വിധിയെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മുടെ ജ്യോതിഷത്തില് കാർത്തിക പൗർണമിക്ക് വളരെ പ്രത്യേക പ്രാധാന്യമുണ്ട്. ആത്മീയതയ്ക്കും ദൈവാനുഗ്രഹത്തിനും അനുയോജ്യമായ ഒരു ദിനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ വർഷം കാർത്തിക പൗർണമി നവംബർ 5-നായിരുന്നു. അതിനാൽ അത് പലർക്കും ഭാഗ്യപരമായ ദിനമായിട്ട് കരുതപ്പെട്ടിരുന്നു. അന്നേ ദിവസം ഗ്രഹങ്ങള്, രാശികള്, നക്ഷത്രങ്ങള് എന്നിവയുടെ സഞ്ചാരത്തില് സംഭവിക്കുന്ന മാറ്റങ്ങള് വ്യക്തികളുടെ ജീവിതത്തിലെ അസാധാരണമായ അനുഗ്രഹങ്ങളെ വിതറി നൽകിയിട്ടുമുണ്ട്. ഈ അനുകൂല ഫലങ്ങള് വർഷം മുഴുവൻ തുടരുമെന്നാണ് പ്രത്യേകത. കാർത്തിക പൗർണമിയോടനുബന്ധിച്ചിട്ടുള്ള ഈ ഗ്രഹസംക്രമണം ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യകരമാവുക എന്നാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കുന്നത്. മേടം, ഇടവം, കർക്കിടകം, തുലാം, അതുപോലെ തന്നെ മീനം രാശി ഇവയാണ് ആ ഭാഗ്യരാശികൾ. ഇപ്പൊ നമുക്ക് ആദ്യം മേടം രാശിയിലേക്ക് കടക്കാം. മേടം രാശിക്കാർക്ക് കാർത്തിക പൗർണമിയിലെ ഗ്രഹസംക്രമണം ഏറെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. സമൂഹത്തിലെ നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരവും അതുപോലെ തന്നെ മാന്യതയൊക്കെ ലഭിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും നിരവധി വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾ കൈവരിക്കുകയും ചെയ്യും. സ്വർണത്തിന്റെ മൂല്യമുള്ള സമ്മാനങ്ങളും അതുപോലെ തന്നെ പ്രതിഫലങ്ങളും ലഭിക്കുന്ന ഒരു ഭാഗ്യ സമയം കൂടിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ സന്തോഷവും ഐക്യവും ഒക്കെ നിറയുന്ന ഒരു നല്ല മാറ്റമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. അടുത്തത് ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് കാർത്തിക പൗർണമിയിലെ ഗ്രഹസംക്രമണം ശുഭഫലങ്ങൾ നൽകുന്ന ഒരു ഘട്ടമായിട്ടാണ് മാറുന്നത്. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും അതുപോലെ തന്നെ ശമ്പള വർധനവ് ഒക്കെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സന്തോഷവും സമാധാനവും ഒക്കെ വന്ന് നിറയുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരമൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്ത് മുന്നേറ്റവും സ്ഥിരതയും ഒക്കെ നേടുന്ന സമയമാണ്. അടുത്തത് കർക്കിടക രാശി. കാർത്തിക പൗർണമിയിലെ ഗ്രഹസംക്രമണം കർക്കിടകം രാശിക്കാർക്ക് ഗുണപരമായ ഫലങ്ങളാണ് നൽകുന്നത്. പുതിയ ബിസിനസ് ആരംഭിക്കാനും വ്യാപാര വിജയമൊക്കെ നേടാൻ ഏറെ അനുയോജ്യമായ സമയമാണിത്. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ പുരോഗതി കാണപ്പെടുകയും അതുപോലെ തന്നെ കൃഷി, വ്യാപാരം ഒക്കെ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗണ്യമായ ലാഭം ലഭിക്കാനും അതുപോലെ തന്നെ മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഇരട്ടിയിലധികം വരുമാനം ലഭിക്കുന്ന ഒരു ഭാഗ്യ കാലഘട്ടം കൂടിയാണ് വരാൻ പോകുന്നത്.
അടുത്തത് തുലാം രാശി. കാർത്തിക പൗർണമിയിലെ ഗ്രഹസംക്രമണം തുലാം രാശിക്കാർക്ക് വളരെയധികം അനുകൂല ഫലങ്ങളാണ് നൽകപ്പെടുന്നത്. ഏറെ നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങൾ ഈ സമയത്ത് സഫലമായിട്ട് മാറും. മുടങ്ങിയ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ പുതുഗൃഹത്തിലെ ആഡംബരവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തമായിട്ടാണ് കാണപ്പെടുന്നത്. അവസാനമായിട്ട് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് കാർത്തിക പൗർണമിയിലെ ഗ്രഹസംക്രമണം അത്യന്തം അനുഗ്രഹകരമായിട്ടാണ് മാറുന്നത്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന്റെ ഒരു പിന്തുണ നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതിനാൽ ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കുന്നത് പോലും ഈ സമയം അനുയോജ്യമായ ഒരു കാര്യമാണ്. ജീവിതത്തിലെ ചില ഏറ്റവും അനുയോജ്യകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ ദിനങ്ങളാണ് നിങ്ങളെ ഈ കാലയളവിൽ കാത്തിരിക്കുന്നത്. ദീർഘകാലമായിട്ട് കാത്തിരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സഫലമാകും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അത്ഭുതകരമായ പുരോഗതി കൈവരിക്കുകയും ചെയ്യും. ഇന്നത്തെ ഭാഗ്യരാശി ഫലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോയുമായി ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.